നമസ്കാരത്തിലൂടെ പടച്ചവൻ നമുക്ക് യഥേഷ്ടം ഭക്ഷണം തരുമെന്ന് അല്ലാഹു പറയുമ്പോ സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ അടിമയായ നമ്മൾ ഉടമയായ പടച്ചവനോട് അടുക്കുന്നത് എപ്പോഴെന്നറിയോ? ഉളഹിയയ്ക്ക് മൃഗത്തെ അറുക്കുമ്പോഴല്ല, 27 ആരാവിന് ഇഴ്തികാഫിരിക്കുമ്പോഴല്ല, ഒരു വെള്ള തുണിയിൽ ഒരു വെള്ളമുണ്ടൊടുത്തൊരു വെള്ളമുണ്ട് പുതച്ചുകൊണ്ട് കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഅബാലയത്തിലേക്ക് കഥനക്കഥകൾ പറഞ്ഞ് കരഞ്ഞു കണ്ണുകളോടെ യാത്ര തിരിക്കുമ്പോ അപ്പോഴല്ല പടച്ചവനോട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. ഏത് സമയത്താ നമ്മൾ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നതെന്നറിയോ? ഒരു മനുഷ്യൻ അവന്റെ ആരുടെ മുന്നിലും കുനിക്കാത്ത ശിരസ്, ആരുടെ മുന്നിലും കുനിക്കാത്ത അന്തസ്സിന്റെ ഇസ്സത്തിന്റെ ആഭിജാത്യത്തിന്റെ തല, അത് നടന്നു പോകുന്ന നിലത്ത് വെച്ചിട്ട് അവന്റെ പൃഷ്ഠഭാഗം തലയേക്കാൾ ഉയർത്തി വെച്ചിട്ട് അവൻ പറയുന്നത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, അത്യുന്നതനായ നിനക്കാണ് സർവസ്തുതി അല്ലാഹ്, നീയാണ് സർവസ്തോത്രത്തിന് ഉടമസ്ഥൻ തമ്പുരാനെ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോഴാ അഖറബുമായ ഖൂലുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു, സുജൂദ് ചെയ്യുമ്പോഴാണ് ഒരു അടിമ ഉടമയോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. ആ സുജൂദിൽ നമ്മൾ കിടക്കുന്നത് എങ്ങനെയാണ്? ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ സമ്പന്നനായ ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബ് ഞാൻ കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ സുജൂദിൽ കിടക്കാതിരിക്കുവോ? അല്ലെങ്കിൽ സൗദിയുടെ ഭരണാധികാരി സൽമാൻ രാജാവോ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സൗദിയുടെ കിരീടാവകാശിയാണ്, ഇവിടുത്തെ ഭരണാധികാരിയാണ്, രാജാവാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സുജൂദിൽ കിടക്കാതിരിക്കുമോ? സമ്പന്നനും സുജൂദിൽ വീഴും, ധനാഢ്യനും സുജൂദിൽ വീഴും, അധികാരിയും സുജൂദിൽ വീഴും. ആ സുജൂദ് എങ്ങനെയാണെന്നറിയോ? ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും. 6 മാസം കഴിഞ്ഞ് 7ഉം 8ഉം മാസം എത്തുമ്പോ എങ്ങനാ നമ്മൾ വീട്ടിൽ നടന്നത്? മുട്ടിലിഴഞ്ഞിട്ടല്ലേ നടന്നത്? മുട്ടിലിഴഞ്ഞിട്ടല്ലേ നടന്നത്? നമ്മൾ ചെറിയ പ്രായത്തിൽ 8ആം മാസത്തിൽ എങ്ങനാണ് വീട്ടിൽ നടന്നത്? മുട്ടിലിഴഞ്ഞിട്ടല്ലേ നടന്നത്? 2 കാൽമുട്ട് നിലത്തു വെച്ച് 2 കൈയും നിലത്തു വെച്ചിട്ടല്ലേ നമ്മൾ നടന്നത്? അതേപോലെയാണ് സമ്പന്നൻ കിടക്കുന്നത്, അതേപോലെയാണ് ധനാഢ്യൻ കിടക്കുന്നത്, അതേപോലെയാണ് അധികാരി കിടക്കുന്നത്. ആരുടെ മുന്നിലാണ്? അല്ലാഹുവിന്റെ മുന്നിലാ. പഞ്ചപുച്ഛമടക്കിയ നമ്പറായി കുഞ്ഞുങ്ങളെ പോലെ മുട്ടിലെഴുന്ന് കിടക്കുന്ന സുജൂദ്, ആ സുജൂദ് ഒന്ന് ചെയ്തിട്ട് ഇനി അടുത്ത സുജൂദ് തന്നെയാണ്. ഈ 2 സുജൂദിന്റെ ഇടയിൽ നമ്മൾ പറയുന്നത് എന്തെന്നറിയോ? പറയേണ്ടത് എന്തെന്നറിയോ? റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 7 കാര്യങ്ങളാ പടച്ചവനോട് ചോദിക്കുന്നത്. 2 സുജൂദിന്റെ ഇടയിലാണെന്ന് ചിന്തിക്കണം. ഈ 2 സുജൂദിന്റെ ഇടയിൽ നമ്മൾ ചോദിക്കുന്ന 7 കാര്യങ്ങളാ. എപ്പോഴാ നമ്മൾ ചോദിക്കുന്നത്? റബ്ബുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പത്തിനിടയിലാ ചോദിക്കുന്നത്. എന്താ 7 കാര്യങ്ങള്? 1 നമ്മളെ പാപം പൊറുക്കാൻ റബ്ബിഗ്ഫിർലി, 2ാമത്തേത് വർഹംനി റഹ്മത്ത് ചോദിക്കുന്നു, 3ാമത്തേത് വജ്ബുർലി ഞങ്ങളെ പരിഗണിക്കണേ തമ്പുരാനെ, 4ാമത്തേത് വർഫഅനി ഞങ്ങളെ എല്ലാ മേഖലകളിലും ഉയർത്തണേ അല്ലാ, ഉദ്യോഗ തലങ്ങളിൽ ഞങ്ങളെ ഉയർത്തണേ തമ്പുരാനെ. പിന്നെ ചോദിക്കുന്നത് വർസുഖ്നി ഞങ്ങൾക്ക് ഭക്ഷണം തരണേ അല്ലാ. വീണ്ടും ചോദിക്കുന്ന വഹ്ദിനി ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ അല്ലാ. പിന്നെ ചോദിക്കുന്ന വആഫിനി ഞങ്ങൾക്ക് ആരോഗ്യം തരണേ അല്ലാ. അർത്ഥമറിഞ്ഞ് എത്ര പെങ്ങന്മാരായത് പടച്ചോനോട് ചോദിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണം, എനിക്ക് കരുണ ചൊരിയണം, എന്നെ പരിഗണിക്കണം, എന്നെ ഉയർത്തണം, എനിക്ക് ഭക്ഷണം തരണം, എനിക്ക് നീ ഹിദായത്ത് തരണം, എനിക്ക് നീ ആഫിയത്ത് തരണമെന്ന് എത്ര പേര് നന്നായിട്ട് 2 സുജൂദിന്റെ ഇടയിൽ ചോദിച്ചിട്ടുണ്ട്. ആ ചോദിക്കുന്നതിൽ 5ാമതായി ചോദിക്കുന്നത് വർസുഖ്നി, എന്നെ പട്ടിണിക്കിടല്ലേ അല്ലാ. ഇത് 2 സുജൂദിന്റെ ഇടയിലാകുമ്പോൾ റബ്ബ് സ്വീകരിക്കാതിരിക്കുവോ? അത് നിസ്കാരത്തിലാണ്. അതുകൊണ്ട് നമസ്കാരം നിലനിർത്തണം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ.
രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക. അള്ളാഹ് ഭക്ഷണം തരും, മറക്കരുത്. ഒന്ന് ഭക്തി തഖ്വ, രണ്ട് നമസ്കാരം. ഇനി മൂന്നാമത്തേത്. ഈ രണ്ട് കാര്യങ്ങൾ കേട്ടപ്പോഴേ ചെറുപ്പക്കാർക്ക് ഒരു ആഗ്രഹം എന്താണെന്നറിയോ? എന്നാ ഇൻഷാ അല്ലാഹ് ഉസ്താദെ നാളെ സുബഹിക്ക് ഞങ്ങൾ വേങ്ങറ പള്ളിക്കകത്ത് കയറിയാൽ ഇഷ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുള്ളൂ. ഞങ്ങൾ തീരുമാനിച്ചു, തഖ്വ ഉണ്ടാക്കണം, നിസ്കാരവും റെഡിയാക്കണം. അപ്പൊ മൂന്നാമത്തതൊന്ന് നഷ്ടപ്പെടും. നിങ്ങൾ പള്ളിക്കകത്ത് കയറി നിസ്കരിച്ച് പള്ളിക്കകത്ത് കയറി തഖ്വയോടുകൂടി നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾ പട്ടിണി അടക്കേ ഉള്ളൂ. എന്താ കാര്യം എന്നറിയോ? ആര് പണിക്ക് പോകും? ഭാര്യ പണിക്ക് പോകും. ഭാര്യ ജോലിക്ക് വിടാൻ പറ്റുമോ? നമ്മൾ പണിയെടുക്കണ്ടേ? അതാണ് മൂന്നാമത്തേത്. നിസ്കാരം നിലനിർത്തുന്നതോടൊപ്പം, അതുകൊണ്ടല്ലേ അള്ളാഹ് അഞ്ചാക്കിയത്. 50 വഖത്ത് നിസ്കാരമാണ് ആദ്യം അന്ന് നിർബന്ധമാക്കിയത്. അള്ളാഹ് 50 ആക്കി, മൂസാ നബി 5 ആക്കി, ചേകന്നൂര് 3 ആക്കി, നമ്മളില്ലാതാക്കി. ഈ 50 വഖത്ത് നിസ്കാരമായിരുന്നു ആദ്യത്തെ അതേ കോലത്തിലെങ്കിൽ 24 മണിക്കൂറല്ലേ ഒരു ദിവസം? 24 മണിക്കൂറല്ലേ? വേങ്ങറ 25 24 മണിക്കൂർ. 24 മണിക്കൂറില് എത്ര മണിക്കൂർ ഇടവിട്ട് നിസ്കരിക്കേണ്ടി വരും? 50 ഉണ്ടെങ്കിൽ. 25 മണിക്കൂർ ആണെങ്കിൽ പോലും അരമണിക്കൂർ ഇടവിട്ട്. 8 മണിക്ക് ഞാൻ വാഴ തുടങ്ങി, 9:30 ആകാൻ പോകുന്നു. ഇതിനിടയിൽ 3 സമയം മോദിയും ബാങ്ക് വിളിക്കേണ്ടി വന്നേ. 3 നേരം നിസ്കരിക്കേണ്ടി വന്നേ. പിന്നെ ആകെ ഉള്ള വ്യത്യാസം ശമ്പളം കൂടുതൽ കൊടുക്കേണ്ടി വരും അല്ലേ? 50 വഖത്ത് ഇമാമത്തിക്കുന്നതിന് 5000 രൂപ പറ്റുമോ? അപ്പോ ഈ പറയുന്ന രീതിയിൽ നമുക്ക് അള്ളാഹു 5 ആക്കി ചുരുക്കി തന്നത് അള്ളാഹ് ചാടിക്കേറിയ. ചിലര് ചിന്തിക്കുന്ന അങ്ങനെയാ, പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അങ്ങനെയാ. അള്ളാഹ് ചാടിക്കേറി അങ്ങോട്ട് 50 പറഞ്ഞു, പിന്നെ മൂസാ നബി ഇടപെട്ടത് കൊണ്ട് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് 5 ആക്കി കിട്ടി. അല്ല, അങ്ങനെയല്ല. അള്ളാഹ് 5 എന്നെ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ നിങ്ങളെ വലക്കില്ല, നിങ്ങളെ ഞാൻ പണിയില്ല, നിങ്ങളെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി 50 എന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ടും 5 ആക്കി തന്നു. അള്ളാഹ് 5 എന്നെ ഉദ്ദേശിച്ചത്, 5 എന്നെ ഉദ്ദേശിച്ചത്. പിന്നെ 50 പറഞ്ഞെന്തിനാ? നിങ്ങൾക്ക് ചിലപ്പോ പറയില്ലേ, നമ്മൾ എന്തെങ്കിലും വലിയ പണി, ചെറിയ പണി കൊടുക്കാനാ ഉദ്ദേശിച്ചത്. വലിയ പണി കൊടുക്കും, അത് പറ്റൂല എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതിൽ പിടിക്കും. എന്തിനാണ്? ചെറുത് തന്നെ നമ്മുടെ എയിം, നമ്മുടെ ലക്ഷ്യം അതാണ്. പക്ഷെ വലുത് പറയുന്നത് നമ്മൾ അത്രയും അവർക്ക് സിമ്പിളാക്കി കാര്യങ്ങൾ കൊടുത്തു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹ് അങ്ങനെയാ ഉദ്ദേശിച്ചത്. ഈ 5 വഖത്ത് നമസ്കാരം അള്ളാഹു നമുക്ക് തന്നതിന്റെ ഒരു രീതി എങ്ങനെയാണെന്നറിയോ? ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹിന്ദുക്കളെ മാത്രം എടുക്കും, ഹിന്ദുക്കളെ മാത്രം എടുക്കും. ക്രിസ്ത്യാനികളെ, ഹിന്ദുക്കളെ ആരെങ്കിലും എടുത്തോ? മുസ്ലിങ്ങളവിടെ നിൽക്കട്ടെ. സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോ അവരുടെ പ്രഭാത പ്രാർത്ഥന ഓം അസദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ. ഓം അസദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ഓംകാര പ്രാർത്ഥന നിർവഹിക്കുന്നു അവർ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തണേ ഈശ്വര. ആ പ്രാർത്ഥന നിർവഹിക്കാൻ അവര് കാണുന്ന അലാറവും വെക്കണ്ട, ആരും വിളിച്ചു നിർത്തണ്ട. പള്ളിയുടെ സുബഹിയുടെ ബാങ്ക് കേട്ട ഹിന്ദുക്കൾക്ക് അറിയാം പ്രഭാത പ്രാർത്ഥനയ്ക്ക് സമയമായി. ചെയ്യോ ഇല്ല, അത് വേറൊരു വിഷയം. ഉച്ചയ്ക്ക് ബാങ്ക് കേൾക്കുമ്പോഴോ, ഉച്ചയ്ക്ക് ബാങ്ക് കേൾക്കുമ്പോ ചാപ്പാടിന്റെ ഓഫീസിലായിരിക്കും. ഉച്ചയ്ക്ക് ബാങ്ക് കേൾക്കും. ദൈവമേ ഉച്ചയ്ക്ക് സമയമായി, ഭക്ഷണം കഴിക്കാൻ സമയമായി, പള്ളിയിൽ ബാങ്ക് കേൾക്കാൻ. ഉച്ചയ്ക്ക് ഭക്ഷണം. അസറിന് ബാങ്ക്, അസറിന് ബാങ്ക് കേൾക്കുമ്പോൾ അവർക്കറിയാം ഓഫീസ് അടയ്ക്കാറായെന്ന്. മഗ്‌രിബിന് ബാങ്ക് കേൾക്കുമ്പോ അവർക്കറിയാം സന്ധ്യാദീപം കൊളുത്താൻ സമയമായെന്ന്. അവര് കുളിച്ച് ഫ്രഷായി
അവരങ്ങനെയാണ്. ഞാൻ പിന്നെ നമ്മളുള്ള കാര്യങ്ങള് പറയണമല്ലോ. നമ്മളാണ് ഈ കുറ്റിപീടിയും വലിച്ച പള്ളിയിൽ വരുന്നത്. അവര് വളരെ വൃത്തിയായി, അവര് ചന്ദന കുറിയൊക്കെ ചാർത്തി, അവര് തെറ്റിപ്പൂവൊക്കെ എടുത്ത് വെച്ച് വളരെ ഭംഗിയായി, വളരെ വളരെ ക്ലിയർ ആയിട്ട് അവരുടെ പ്രാർത്ഥനകൾ അവർ നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയിലെ ബാത്റൂമിനെങ്ങാനും വന്ന എന്തൊരു ദുർഗന്ധമാ പടച്ചോ. പള്ളിക്കകത്ത് കയറി, ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ ഈ പള്ളിയിൽ കയറിയിട്ടില്ല. പണ്ടെപ്പോഴോ ഒരു ദിവസം മുജീബ് ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നു. അല്ലാതെ ഞാൻ നേരെ വണ്ടിയിൽ വന്നതാ ഇവിടെ ഇറങ്ങിയിട്ട് കയറാ ചെയ്ത്. ഈ പള്ളിയിലൊന്നും പോയിട്ടില്ല. ചില പള്ളികളിൽ കയറിയ പടച്ചോനാണ് സുജൂദ് ചെയ്യാൻ തോന്നൂല. എന്തൊരു ദുർഗന്ധമാണ് ഈ മുസല്ലയും. അതുപോലെ തന്നെ അല്ലെ, വീട്ടിൽ പോയ ഏറ്റവും മുഷിഞ്ഞ കരിമ്പേനടിക്കാൻ കരിമ്പേൻ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ അടിച്ചിട്ടുള്ള വസ്ത്രം ഏതാ? പോയി നോക്ക്, നിസ്കാര കുപ്പായം എടുത്ത് നോക്ക്. ഏറ്റവും കൂടുതൽ കരിമ്പേൻ. ഞാൻ കുറ്റം പറയുന്നതല്ല. നമ്മൾ ആരുടെ മുമ്പിലാ? MLA-യുടെ മുമ്പിൽ പോവാ, MP-യുടെ മുമ്പിൽ പോവാ. ഓ, എന്തൊരു ടിപ് ടോപ്പാണ്. പശയൊക്കെ മുക്കി, കഞ്ഞിയൊക്കെ മുക്കി ഇങ്ങനെ നിൽക്കുന്നത് ഇരുമ്പിന്റെ തുണിയാണോ എന്ന് ചിന്തിച്ചു പോകും. ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ ടിപ് ടോപ്പായിട്ട് പോകും. പള്ളിയിൽ വാങ്ങി വിളിക്കുമ്പോഴേ പാണ്ടി മുണ്ടുകൊടുത്തോണ്ടാ വരുന്നത്. അതാണ് നമ്മുടെ അവസ്ഥ. മഗ്രിബിന് ബാങ്ക് കേൾക്കുമ്പോ സന്ധ്യാദീപം കൊളുത്താറായി എന്ന് ഹിന്ദുക്കറിയാം. ഇശാഇന്റെ ബാങ്ക് കേൾക്കുമ്പോ അവർക്കറിയാം മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് കിടക്കാനും ഉറങ്ങാനും സമയമായെന്ന്. ഈ 5 നേരത്തെ ബാങ്ക് ഹിന്ദുക്കൾക്ക് ഒരു ഉപകാരമല്ലേ? അല്ലേ? ആലോചിച്ച് നോക്ക്. ക്രിസ്ത്യാനികൾക്കും അങ്ങനെ തന്നെ. നിസ്കാരം ഇല്ലാത്ത മുസ്ലിങ്ങൾക്കും ആ ഒരു ഉപകാരമേ ഉള്ളൂ. ഏത്? രാവിലെ എണീക്കാനും, ഉച്ചയ്ക്ക് ചാപ്പാടിന്റെ സമയമായെന്നും, വൈകിട്ട് ചായയുടെ ബ്രേക്ക് ടൈം ആയെന്നും, മഗ്രിബിന് പണി വീട്ടിലെത്തണമെന്നും, രാത്രി ഇശാക്ക് കിടക്കണമെന്നുള്ള ചിന്ത. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അള്ളാഹു തന്നിട്ടുള്ള സമയം, നിസ്കാരത്തിന്റെ 5 നേരത്തെ നിസ്കാരത്തിന്റെ സമയം നമുക്ക് പറ്റുന്ന രീതിയിൽ അള്ള സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും അള്ള നമുക്ക് വരുത്തിയിട്ടില്ല. ആ നിസ്കാരം നിലനിർത്തുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട 3ാമത്തെ കാര്യമേതെന്നറിയോ? സൂറത്തുൽ മുൽക്കിലെ 15ാമത്തെ ആയത്തിൽ അള്ള പറയുകയാണ്, الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. പറയുകയാണ്, ആ ദൈവത്തെ നിങ്ങൾക്കറിയോ? ആ പടച്ചോനെ നിങ്ങൾക്കറിയോ? ആ അല്ലാഹനെ നിങ്ങൾക്കറിയോ? അവൻ ആരാണ്? ഭൂമിയെ നിങ്ങൾക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാ. ഈ ഭൂമിയെ നിങ്ങൾക്കല്ല കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ്. എന്തിനാണ്? ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി. എന്നിട്ട് നിങ്ങൾ മടി പിടിച്ചിരിക്കാതെ, അലസതയിൽ പൂണ്ടിരിക്കാതെ നിങ്ങൾ ഇറങ്ങിയിട്ട് ഭക്ഷണം അന്വേഷിച്ചു പോ. വീട്ടിൽ അടയിരിക്കാനല്ല, അടഞ്ഞുകൂടി കിടക്കാനല്ല, പള്ളിയിൽ കയറി ഇത്തിക്കാഫിരിക്കാനല്ല. 10 വിരൽ അനങ്ങിയാലേ 5 വിരൽ വായിലേക്ക് പോകൂ. അതുകൊണ്ട് എല്ല് മുറിയ പണിയെടുത്ത് പല്ല് മുറിയ തിന്നണമെന്ന് പറയും പോലെ നമ്മൾ പണിയെടുത്താലേ നമുക്ക് കഴിക്കാൻ പറ്റൂ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ നിസ്കാരം നിർവഹിച്ച തഖ്വയധിഷ്ഠിത ജീവിതം നയിച്ച് വീട്ടിനകത്തിരിക്കലല്ല. പിന്നെയോ നിങ്ങൾ ഇറങ്ങി അന്വേഷിക്കണം ഭക്ഷണം. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം ഭക്ഷണം അന്വേഷിച്ചു കൊണ്ട്. നിങ്ങൾ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് ഭൂമിയിലൂടെ സഞ്ചരിക്കണം. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് ഉമർ തങ്ങൾ ചോദിക്കും, പണിയൊന്നുമില്ലേടാ നിനക്ക്? പണിയൊന്നുമില്ലേ? ഇല്ല, ഞാൻ ഇവിടെ അങ്ങ് ഇരിക്കാൻ തീരുമാനിച്ചു, പോടാ, പണിക്ക് പോടാ. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഓടിച്ചു വിടുമായിരുന്നു, പോയി പണിയെടുക്കടാ എന്ന്. ഇമാം ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. ഇബ്നു അസാക്കിർ തങ്ങൾ പറയുകയാണ്, മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഒരിക്കൽ സുഹൃത്തായ ഇബ്രാഹിം അദ്ഹമുൽ ഖുറാസാനി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ആരാ പറയുന്നത്? ശഖീഖുൽ ബൽഖി ഹാത്തമുൽ അസ്മിന്റെ ഉസ്താദാ. ആരോടാ പറയുന്നത്? ഇബ്രാഹിം ഇബ്നു അദ്ഹമുൽ ഖുറാസാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, തങ്ങളെ, ഞാൻ കച്ചവടത്തിന് പോവുക.
പോവുകയാണ്. എന്റെ മഈസത്ത് നടക്കണം, എന്റെ അന്നം നടക്കണം, അതിന് ഞാൻ മടി പിടിച്ചിവിടെ ഇരുന്നാ പറ്റൂല, അതുകൊണ്ട് ഞാൻ കച്ചവടത്തിന് പോവുകയാണെന്ന് പറഞ്ഞ് ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഇബ്രാഹിം അദ്ഹമിനോട് യാത്ര ചോദിച്ചിട്ട് ഇറങ്ങുകയാ. കുറെ ദൂരം സഞ്ചരിച്ചപ്പോ മരുപ്പച്ച അകലയായ മരുഭൂമിയുടെ ഒരു മധ്യഭാഗത്തെത്തിയപ്പോൾ ക്ഷീണിതനായി. മഹാനവറുകൾ ഒരു പാറയുടെ അകത്തൊരു ചെറിയ ഗുഹ പോലെ കണ്ടു. അതിനകത്ത് കയറി വിശ്രമിക്കാനിരിക്കുമ്പോ ഈ മഹാനായ ശഖീഖുൽ ബൽഖി തങ്ങൾ കണ്ട ഒരു അത്ഭുതകരമായ കാഴ്ച എന്തെന്നറിയോ? ചിറകെല്ലാം ഇളകിപ്പോയ, ചിറകിന്റെ രോമങ്ങളൊക്കെ ഇളകിപ്പോയ, അന്ധ ബാധിച്ചു പോയ ഒരു തള്ളപ്പക്ഷി അതിനകത്തിരിക്കുകയാ. പറക്കാൻ പറ്റുന്നില്ല. ചിറകുകളിൽ അതിന്റെ ആ തൂവലുകൾ നഷ്ടപ്പെട്ടു. പ്രായാധിക്യം കൊണ്ട് കണ്ണിന്റെ കാഴ്ച പോയി. ആ തള്ളപ്പക്ഷി അതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഇങ്ങനെ അതിനെ തന്നെ നോക്കി നിന്നു. അദ്ദേഹം കച്ചവടത്തിന് പോവാണ്. ആര് വീട്ടിലിരുന്നാരും ഭക്ഷണം തരൂല, അതുകൊണ്ട് പണിയെടുക്കണം. ആ പണിക്ക് വേണ്ടി പോകുന്ന ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു തന്റെ മുന്നിൽ കണ്ട ആ പ്രായാധിക്യം ചെന്ന ചിറകിന്റെ ഓരോ തൂവലുകളും ഇളകിപ്പോയ ആ വൃദ്ധയായ അന്ധയായ തള്ളപ്പക്ഷിയെ നോക്കിയിരിക്കുന്നു. എന്നിട്ട് ചിന്തിക്കുന്നു, പടച്ചോനെ, ഇതെങ്ങനെ ജീവിക്കുന്നു ഭക്ഷണം കിട്ടാതെ? ഇതെങ്ങനെ ജീവിക്കുന്നു ഭക്ഷണം കിട്ടാതെ? അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ ഒരു ആരോഗ്യമുള്ള ചെറിയ പക്ഷി പറന്നിറങ്ങുകയാ. ആ പക്ഷി പറന്ന് 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 ഈ തള്ളപ്പക്ഷിയുടെ അടുത്തേക്ക് വന്നിട്ട് അതിന്റെ ചുണ്ടിൽ കരുതി വെച്ചിരുന്ന ഒരു ചെറിയ അപ്പം അതിങ്ങനെ തള്ളപ്പക്ഷിയുടെ ചുണ്ടിലേക്ക് പീസ് പീസാക്കി കൊത്തിവെച്ചു കൊടുക്കുന്നു. ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് ശഖീഖുൽ ബൽഖി പറയുന്ന വാക്കെന്തെന്നറിയോ? ഈ തള്ളപ്പക്ഷിക്ക് മരുപ്പച്ചയിൽ പകലയായ ഈ മരുഭൂമിയില്, ഈ ജലരഹിതമായ ഫലരഹിതമായ മലരണ്യത്തില് ഈ തള്ളപ്പക്ഷിക്ക് ഭക്ഷണം കൊടുത്ത എന്റെ റാസിഖായ അല്ലാഹ് എനിക്കും ഭക്ഷണം തരൂലേ? പിന്നെന്ത് ഞാൻ കച്ചവടത്തിൽ പോകണം? നീ എന്തിനാകാൻ ശ്രമിക്കുന്നു? നിനക്ക് ആ ആരോഗ്യമുള്ള ആ പക്ഷിയെ പോലെ ആയിക്കൂടെ? ആ പക്ഷി പറന്ന് നടക്കുന്നു, എന്നിട്ട് ഭക്ഷണം കണ്ടെത്തുന്നു, അതിന്റെ പള്ള നിറയ്ക്കുന്നു, അതിന്റെ ചുണ്ടിൽ കരുതിയ ഭക്ഷണം അത് കിട്ടാത്തവർക്ക് കൊടുക്കുന്നു. അതുപോലെ നിനക്കായിക്കൂടെ? എന്തിനാണ് നീ തള്ളപ്പക്ഷിയെ പോലെ മടി പിടിച്ചിരിക്കാൻ തിരിച്ചു വന്നത്? ശഖീഖുൽ ബൽഖി തങ്ങളോട് ഇബ്രാഹിം നബി ചോദിച്ചതാണ്. ഏത് ഇബ്രാഹിം അദ്ദേഹമാണ്? സർവ്വ ആഡംബരങ്ങളും ഒഴിവാക്കിയിട്ട് എന്റെ റബ്ബിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു എന്ന സയ്യിദുസ് സാഹിദി, പരിത്യാഗികളുടെ ലീഡറെ, മഹാനായ ഖുറാസാൻകാരനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ അധ്വാനിച്ച് കഴിക്കണമെന്ന സന്ദേശം ശഖീഖ് തങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കണം, മറ്റുള്ളവരെ കഴിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇവിടെ ക്ഷേത്രങ്ങളുടെ ഉത്സവം അല്ലേ, അവരുടെ ഏറ്റവും വലിയ ഈ ആരാധന എന്താണ് മുജീബുർ റഹ്മാൻ മൗലവി ഉസ്താദ് ചിറ്റുമൂലയില് ഇമാമായിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ പഠിക്കാൻ വരുന്നത്. എനിക്കന്ന് എത്ര 16ഓ 17ഓ 18 വയസ്സ് അത്രേ ഉള്ളൂ. ആ പ്രായത്തില് മുജീബുർ റഹ്മാൻ മൗലവി ഇങ്ങനെ പറന്നു നടന്ന് വഴന്നു പറയാണ്. അന്ന് ഇന്നത്തെ പോലെ ഇന്നോയോ അല്ലെങ്കിൽ കാറോ ഒന്നുമില്ല. അന്ന് ഇദ്ദേഹം വഴന്നിന് പോയതൊരു ഫാഷൻ അല്ലേ, ബൈക്കില. അപ്പൊ കാർ നമ്മുടെ ചിങ്ങോലി എന്ന് പറയുന്ന ഹരിപ്പാടിനടുത്തുള്ള ഒരു സ്ഥലം, അവിടെയാണ് വഴല്. അപ്പൊ എനിക്ക് വഴല് കേൾക്കാൻ ഭയങ്കര ആഗ്രഹം, വഴല് കേൾക്കാൻ ഭയങ്കര താല്പര്യം. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ മൂപ്പരുടെ ബൈക്കിന്റെ പുറകിൽ എന്നെ ഇരുത്തി ഇവിടുന്ന് ഹരിപ്പാട് വരെ ബൈക്ക് ഓടിച്ച് അദ്ദേഹം തന്നെ
ബൈക്ക് ഓടിച്ചു പോയി, രാത്രി പ്രസംഗിച്ച് തിരിച്ച് കാർത്തികപ്പള്ളി എത്തിയപ്പോൾ എങ്ങോട്ട് പോണോന്നറിയില്ല. 4 റോഡ് കിടക്കുന്നു. എങ്ങോട്ടാ പോകുന്ന അറിഞ്ഞൂടാ. ആരുടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അവിടെയുള്ള ബഹുമാനപ്പെട്ട ശ്വാനന്മാര് മാത്രമേ ഉള്ളൂ. പട്ടികള് ഒരു മനുഷ്യനില്ല അവിടെ. ആരോട് എങ്ങോട്ടാ പോകേണ്ടത്? കുറച്ചു ദൂരം അങ്ങോട്ട് പോകും, അല്ലാന്ന് തോന്നും, തിരിച്ചു വരും, ഇങ്ങോട്ട് വരും. അങ്ങനെ മണിക്കൂറുകളോളം കഴിഞ്ഞ് അവസാനം ഏതോ ഒരു കാർ യാത്രികർ അതുവഴി വന്നപ്പോ ഞങ്ങള് NDPC അല്ലേ, എയർപോർട്ടിൽ എവിടെ പോകാൻ വേണ്ടിട്ട് വന്നപ്പോ, ഓർമ്മയൊന്നും നശിച്ചില്ല, അപ്പോഴും ഉണ്ട്. അപ്പോ അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ ഈ ഹൈവേ ചോദിച്ചിട്ട് ഞങ്ങള് സലാമത്തായത്. സുബൈക്കുമ്പോ ഈ എത്തുകയും വേണം, കാരണം ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. അല്ലാഹു തആല ആ ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. പിന്നെ അദ്ദേഹം പിന്നെ പള്ളി ജോലിയുമായി വിട്ട് അങ്ങനെ അങ്ങ് ഒതുങ്ങി നിൽക്കുകയാണ്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു ഖതീബാണ്, നല്ല പ്രഭാഷകനാണ്, നല്ല നിലയിൽ അറിയാതെ പെണ്ണുങ്ങളൊക്കെ സ്വർണ്ണ ഊരി കൊടുക്കും, ആ രീതിയിലുള്ള പ്രസംഗമൊക്കെ അറിയാം. അപ്പോ ഈ നാട്ടില് ഹൈന്ദവ സഹോദരങ്ങളുടെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനമായി അവര് നടത്തുന്ന അന്നദാനമാണ്. നമുക്ക് അതുണ്ടാ? ഇല്ലല്ല, ചോറോടൊപ്പൊന്നുമില്ലല്ലോ. ഉണ്ടാ? ഇന്ന് കൊടുത്തില്ല, ഇന്നുണ്ടാ? ഭക്ഷണം വിതരണം, അതൊരു ബറക്കത്തല്ലേ. ഹൈന്ദവ സഹോദരങ്ങൾക്കും അങ്ങനെയുണ്ട്. എന്റെ വീട്ടിന്റെ ഒരു 5 വീട് അപ്പുറത്തൊരു ക്ഷേത്രമാണ്. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ ആളുകളൊക്കെ ഈ ഉത്സവം ആവുന്ന സമയത്ത് ഞങ്ങളൊക്കെ വീട്ടിൽ വരും, നോട്ടീസൊക്കെ തരാൻ വേണ്ടി വരും. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ നോട്ടീസ് കൊണ്ടു തന്നു. പണ്ടൊക്കെ ചെറിയ ഈ ദറസിൽ പഠിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പൊക്കെ അവല് സഫില് നമ്മളുണ്ടാവും നാടകം കാണാനും ഈ ഇതിന്റെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ നോട്ടീസ് കയ്യിൽ കിട്ടിയപ്പോ ഞാൻ ഇങ്ങനെ വെറുതെ മറച്ചു നോക്കിയപ്പോ അന്നദാനം എന്ന് കണ്ടു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഖുർആനിന്റെ ആയത്ത് കൊടുക്കും പോലെ അവരുടെ വേദപുസ്തകത്തിൽ നിന്ന് 4 വരി കൊടുത്തിരിക്കുന്നു. അപ്പൊ ഞാന് അത് അവിടെ നിന്നിട്ട് കാണാതെ പഠിച്ചു. അതിന്റെ അർത്ഥം അറിഞ്ഞപ്പോഴാണ് ഈ ഹിന്ദു സഹോദരങ്ങൾ ഈ ക്ഷേത്ര പരിപാടികളിൽ അന്നദാനം കൊടുക്കുന്നതിന് ഇത്രയും പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ദീനിൽ വ്യാജ മുസ്ലിമിനെ വ്യാജ മുസ്ലിം ആരാന്ന് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞത് ലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കൂല. എന്തിനാടാ ചോറ് ജീലാനി ഓടാ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടും, ഭക്ഷണം കൊടുക്കൂല, കൊടുക്കയില്ല, കൊടുക്കാൻ പ്രേരിപ്പിക്കുകയില്ല. വയംനഊനൽ മാഊൻ, അപ്പുറത്തെ താത്ത വന്നിട്ട് പറയുന്നു വീട്ടിലൊരു അതിഥിയുണ്ട്, എന്റെ വീട്ടിലെ കുക്കറില് ഇറച്ചി വേവില്ല, ചൂടെ വലുത് വേണം, അതുകൊണ്ട് ഒന്ന് തരുവോടി എന്ന് ചോദിക്കുമ്പോ കാലുമണ്ട ഒരാടി അകത്തോട്ട് കയറ്റിട്ട് പറഞ്ഞു ഇവിടെ ഇല്ല, അതിപ്പോ വിസില് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവളെ മടക്കി വിട്ടാൽ ഈ താത്താക്ക് നരകമെന്ന് ഖുർആൻ. സംശയം ഖുർആനാ പറയുന്നത്. ബട്ടൺസ് പൊട്ടിപ്പോയി ഒരു സൂചി തരുമോ എന്ന് ചോദിക്കുമ്പോ സൂചി ഇല്ല എന്ന് പറഞ്ഞ് കലണ്ടറിൽ എല്ലാ കോളത്തിലും കുത്തിയിട്ടിരിക്കുന്ന ഒരു സൂചി എടുത്ത് കൊടുക്കാൻ മടി കാണിക്കുന്ന ഒരു മനുഷ്യന് നരകം ഉറപ്പാ, സ്വർഗം അത് കാരണം നിഷേധിക്കും അല്ലാഹു തആല. അത്രയൊക്കെ ഭീകരമാണോ? അല്ല പറഞ്ഞത് പരോപകാര സാധനങ്ങൾ, കുട, പേന. ഓഫീസിൽ ചെന്നപ്പോ ഒരുത്ത ഒപ്പിടാൻ വേണ്ടി ഓടുകൾ, നമ്മടുത്ത് ചോദിക്കാൻ ഒന്ന് പേന തരോ, പെന്ന് തരോ, ഒന്ന് ഒപ്പിടാൻ. നമ്മൾ പറയാ മഷിയില്ല, തെളിയൂല, കൊടന്നിട്ടാ ഞാൻ തന്നെ ഒപ്പിടുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവന് കൊടുത്തില്ലെങ്കിൽ വലിയ ഉപദ്രവമാണത്. അത് മതം നോക്കാനും രാഷ്ട്രീയം നോക്കാനൊന്നും പറഞ്ഞില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. ഹിന്ദുക്കളുടെ കാഴ്ചപ്പാട് എന്തെന്നറിയോ? ഈ ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാഴ്ചപ്പാട് ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം മേദിനി സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രധാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഏതെങ്കിലും ഹിന്ദു സഹോദരങ്ങൾക്ക് അർത്ഥം പറയാമോ? എന്താന്ന്
ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം മേദിനി സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടികന്യാ പ്രധാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഗജതരംഗ സഹസ്രം, 1000 ആന 1000 കുതിര. ഗോകുലം കൊടിദാനം, 1 കോടി പശുക്കൾ. ഉദയകുല വിശുദ്ധം കോടികന്യാ പ്രധാനം, ഉന്നത കുല ജാതരായ 1 കോടി പെണ്ണുങ്ങൾ. ആര് കാണാത്ത, തൊടാത്ത, സ്പർശന ദർശന വിധേയമാകാത്ത 1 കോടി പെണ്ണുങ്ങൾ. ഖുർആൻ അവരെ പറഞ്ഞ ഹൂർലിങ്ങൾ എന്നാണ്. ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അങ്ങനെ 1 കോടി പെണ്ണുങ്ങൾ, 1 കോടി പശുക്കൾ, 1000 ആന 1000 കുതിര. ഒന്ന് കൂട്ടിക്കേ. നാളെ സ്കൂൾ തുറക്കല്ലേ? അധ്യാപകന്മാരാണെ കൂട്ടണ്ട, സ്കൂളിൽ പോകാൻ പറ്റൂല, ബുദ്ധി മരവിച്ചു പോകും. 1000 ആനയ്ക്ക് എത്ര രൂപ കൂട്ട്? 1000 കുതിരയ്ക്ക് എത്ര രൂപ കൂട്ട്? 1 കോടി പശുക്കൾക്ക് എന്ത് രൂപ? 1 കോടി പെണ്ണുങ്ങൾക്ക് എത്ര രൂപ? തീരുന്നില്ല. കനകരചിത പാത്രം മേദിനി സാഗരാന്തം. കനകരചിത പാത്രം, ഒരുപാട് സ്വർണ പാത്രം. പണ്ടുള്ളവര് പറയും പണം വരട്ടെ പണം ആരുടെ കയ്യിലാണ്? പണം പത്മനാഭന്റെ കയ്യില്. അങ്ങനെ പറയില്ലേ? ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് ഏത് ക്ഷേത്രത്തിലാണ്? പത്മനാഭ സ്വാമി ക്ഷേത്രത്തില്. എ നിലവറ, ബി നിലവറ. അവിടെന്ന് വിളി കേൾക്കുന്ന അപ്പുറമാണ് എന്റെ പള്ളി. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു 10-50 ചുവട് വെച്ചാൽ മതി സെൻട്രൽ ജുമാ മസ്ജിദിലെത്തും. അവിടെ ഇഷ്ടംപോലെ സ്വർണം, ഗോതമ്പ് മണികൾ പോലെ സ്വർണം ഇങ്ങനെ നിലവറകളിൽ സൂക്ഷിച്ചിരിക്കാൻ. അതാണ് കനകരചിത പാത്രം, ധാരാളം സ്വർണപാത്രം. മേദിനി സാഗരാന്തം, 1 ഏക്കറും 10 ഏക്കറും അല്ല, മേദിനി സാഗരാന്തം, സമുദ്രത്തോളം ഭൂമി. അപ്പൊ എത്ര രൂപയായി? ഇത്രയും 1 കോടി പശുക്കൾ, 1 കോടി പെണ്ണുങ്ങൾ, 1000 കുതിരകൾ, 1000 ആനകൾ, സ്വർണപാത്രം, കണക്കില്ലാതെ സമുദ്രത്തോളം ഭൂമി. ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്ത് പുണ്യം കിട്ടും? ആ പുണ്യം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. വിഷം നുട്ടിയ വയറുമായിട്ട് വരുന്ന ഒരു പാവപ്പെട്ടവന് നട്ടുച്ച നേരത്തെ വാഴയില വെട്ടിയിട്ടതിൽ പച്ചരിച്ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ചവെള്ളവും കുടിക്കാൻ കൊടുക്കുന്നതിനോളം ആകില്ല എന്ന് ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്നു. അത്രയും പുണ്യം. അതുകൊണ്ട് നമ്മൾ അന്നം തേടണം, കിട്ടുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാനും മനസ്സുണ്ടാക്കണം. അതാണ് ചെയ്യേണ്ടത്. നബിദിനത്തിന് നിങ്ങൾ ചോറ് വെച്ചു കൊടുക്കും, ഇഷ്ടം പോലെ വെച്ചു കൊടുക്കും, ആർക്കെന്നില്ലാതെ വെച്ചു കൊടുക്കും. എത്ര രൂപയാണോ സമുദായം ഇറക്കും പൈസ? ഇഷ്ടം പോലെ ഉണ്ടെന്നേ, തരും. ചുമ്മാതെ ഈ DJ വെച്ച് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി എന്തൊക്കെ പറഞ്ഞാൽ വെട്ടിക്കൊന്നുകളെയും. കഞ്ചാവല്ല, പുറത്തിറങ്ങാൻ പറ്റൂല, വെട്ടി പീസാക്കി കളയും. അതല്ലേ പ്രശ്നം. എങ്ങനെ പോയി പഠിക്കും തന്നെ അറിഞ്ഞൂടാ. പോട്ടെ. അപ്പൊ ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ 3-മതായി പറഞ്ഞത്, നീ അധ്വാനിക്ക്, നീ കഷ്ടപ്പെടും, നീ അന്വേഷിക്കും, ഭക്ഷണം തേട്. എന്നിട്ട് കിട്ടുന്ന ഭക്ഷണം നീയും കഴിക്കും, മറ്റുള്ളവർക്ക് നീ കൊടുക്ക്. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതാണ്. നീ എന്തുകൊണ്ട് ഈ ആരോഗ്യമുള്ള പക്ഷിയെ പോലെ ആയില്ല? അങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോരുത്തരെയും ശ്രദ്ധ ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ്. എവിടേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്? ബീവി മറിയം റളിയല്ലാഹു അൻഹാ ചെറിയ പ്രായത്തിൽ മെഹ്റാബിനകത്ത് സുഭിക്ഷമായ പഴവർഗ്ഗങ്ങൾ കണ്ടപ്പോൾ അവിടെ മറിയം ബീവിയോട്, എവിടെന്ന് കിട്ടി മോളെ മറിയമേ? അല്ലാഹു തന്നു സക്കരിയ നബിയെ എന്ന് പറഞ്ഞല്ലോ. ആ മറിയം ബീവിയുടെ മുമ്പിൽ ജിബ്രീൽ വന്നല്ലോ. ആ ജിബ്രീൽ കാരണമായി മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. സുബ്ഹാനല്ലാഹ്. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായപ്പോ ഒരു പെണ്ണിന് എപ്പോഴും ഓരോ ഭക്ഷണത്തോട് പ്രിയം വരിക. അങ്ങനെ വയറ് കാളി വരുന്നു ഭക്ഷണം. വല്ലാതെ വിശപ്പിന്റെ വിളിയാളം വന്നപ്പോ, പടച്ചോനെ എനിക്ക് ഭക്ഷണം തരണേ അല്ലാ, വിശക്കുന്നു റബ്ബേ. മറിയം
ബീവി പടച്ചവനോട് ചോദിച്ചിട്ടുണ്ടാകണം. അല്ലാഹു മറിയം ബീവിയോട് പറഞ്ഞതെന്തെന്നറിയോ? ചെറിയ പ്രായത്തില് മെഹ്റാബിനകത്ത് ആ കാലഘട്ടത്തില് ആ സമയത്ത് കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ കൊടുത്ത അല്ലോ മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഗർഭിണിയായപ്പോ മറിയം ബീവി ഏറ്റവും വലിയ ദുർബലയാകുന്ന നിമിഷമല്ലേ? ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ദുർബലയാകുന്നത് അവളുടെ പ്രഗ്നന്റി പീരീഡിലാണ്. ആ സമയത്ത് മറിയം ബീവിയോട് അല്ലാഹ് പറഞ്ഞു, വിശക്കുന്നോ മറിയമേ? അതേ പടച്ചവനെ, മറിയം ബീവിയുടെ മനസ്സിൽ എന്താണ് ചിന്ത എന്നറിയോ? അല്ലാഹു ഇപ്പൊ അമ്മ തന്നതുപോലെ പഴം തരുമെന്നാണ്. പക്ഷെ അല്ലാഹ് മറിയം ബീവിയോട് പറഞ്ഞത്, ഹുസീ ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിത് അലൈകി റുതബൻ ജനിയാ. വിശക്കുന്നെങ്കിലും മറിയമേ, അന്നത്തെ പോലെ ഞാൻ നിനക്ക് പഴമൊന്നും തരാൻ പോകുന്നില്ല. ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ നിൽക്ക്. എന്നിട്ട് ഹുസീലൈകി ബിജിദ്ഇൻ നഖ്ല, അതിന്റെ ആ മടലിനെ പിടിച്ച് നീ അങ്ങോട്ട് ചായി. എന്നിട്ട് ആ ഈത്തപ്പന മടലിനെ പിടിച്ചിട്ട് നിന്നിലേക്ക് അങ്ങ് ചായച്ചിട്ട് തുസാഖിത് അലൈകി റുതബൻ ജനിയാ, അത് നിനക്ക് നല്ല ഈത്തപ്പഴം തരും മറിയമേ. എപ്പോഴും നമ്മൾ എന്താ വിചാരിക്കുന്നേ? അല്ല ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും, നമ്മൾ തിന്നുകൊണ്ടിരിക്കും. ആ പണി നടക്കൂല. നമ്മളെടുക്കേണ്ട പണി നമ്മളെടുക്കണം. മറിയം ബീവി വിചാരിച്ചു ഇപ്പം മെഹ്റാബിൽ കിട്ടിയതുപോലെ പഴം ഇപ്പൊ കിട്ടുമെന്ന് വിചാരിച്ചു. മറിയം ബീവി എടുത്ത് പറഞ്ഞു, വിശക്കുന്നോ? അതേ പടച്ചോനെ, ഈ നിറവയറുമായിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹ് പറഞ്ഞു, എന്നാലേ നീ ചെന്നിട്ട് ആ ഈത്തപ്പന ഓലയിൽ പിടിക്ക്. എന്നിട്ട് ഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിത് അലൈകി റുതബൻ ജനിയാ, നല്ല ഈത്തപ്പഴം നിനക്ക് തരും. പിടിച്ച് കുലുക്കിയിട്ട് പുറക്കി തിന്നോ. അല്ലാഹ് പറഞ്ഞതാണ്, അധ്വാനിക്കണം. ഇന്ന് പെണ്ണ് ഗർഭിണിയായ 1-ാം മാസം മുതൽ ബെഡ് റെസ്റ്റ്. നമ്മളെയൊക്കെ ഉമ്മമാര് പറഞ്ഞു, അവരുടെയൊക്കെ ഉമ്മമാരുടെ കാലത്ത് വെള്ളം കോരിക്കൊണ്ട് വെക്കും, പ്രസവ വേദന വരും, ഈ കയർ അടുത്ത മരത്തിൽ കെട്ടും, പോയി പ്രസവിക്കും, തിരിച്ചു വന്ന് ബാക്കി വെള്ളം വലിച്ചു കയറ്റും. അല്ലേ? അങ്ങനെ അറിയാം. അദ്ദേഹത്തിന്റെ ഉമ്മയും പറഞ്ഞു. ഉമ്മ അത് വെറൈറ്റിയാ. തഴവ ജീവസ്ഥാന്റെ ഉമ്മ അപ്പം ചുട്ടുകൊണ്ടിരുന്നപ്പോ പ്രസവിച്ചിട്ട് ബാക്കി ചുട്ടാ. അതാണ്, ഇതായിരുന്നു പണ്ട്. അങ്ങനെയാന്ന്. ഇപ്പൊ എന്താണ്? പ്രസവം പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാൽ പിന്നെ ബെഡ് റെസ്റ്റ് ആണ്. നിസ്കാരം ഇല്ല, നോമ്പില്ല, അനക്കോ ഇല്ല, അടക്കോ ഇല്ല, ഒന്നുമില്ല. എല്ലാം നിശബ്ദമായി. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് അത്രേ ഉള്ളൂ ആരോഗ്യവും. പണ്ടങ്ങനെയല്ല. മറിയം ബീവിയുടെ അല്ലാഹ് പറഞ്ഞു, ഈത്തപ്പഴം പറക്കി തിന്ന്. എന്നിട്ട് വെള്ളം, നിനക്ക് വെള്ളം ദാഹിക്കുന്നുണ്ടോ എന്ന് അരുവി ചെന്നിട്ട് ഒരു കൈക്കുമ്പോൾ വെള്ളം എടുത്തിട്ട് കുടിച്ചോ. നമ്മൾ ചെയ്യേണ്ട പടി നമ്മൾ ചെയ്യണം. എല്ലാം അല്ലാഹ് തരുമെന്നും പറഞ്ഞിരുന്നാ പറ്റൂല. ഉംറയ്ക്ക് പോയി ഉസ്താദന്മാര് ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന ഉസ്താദന്മാര് ഇവിടെ വെച്ചെല്ലാം പറയും, നിങ്ങളങ്ങ് നിന്നാ മതി, കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും എന്നൊക്കെ പറഞ്ഞു. ഒരു താത്ത വഹളൊക്കെ ഈ ഉസ്താദിന്റെ ഹജ്ജിന്റെ പഠന ഉംറ ക്ലാസ് ഒക്കെ കേട്ട് നന്നായി. അപ്പൊ ഒന്നും ചെയ്യണ്ട, അങ്ങനെ നിന്നാ മതി, എല്ലാം അങ്ങ് നടക്കുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നു. ഇടയ്ക്ക് ഒരു മനുഷ്യൻ ലിഫ്റ്റ് കയറുമ്പോൾ താത്ത ലിഫ്റ്റിൽ നിൽക്കുകയാണ്. ലിഫ്റ്റ് അദ്ദേഹം ഇറങ്ങി, അദ്ദേഹത്തിന് പോലുള്ള സ്ഥലത്ത് ഇറങ്ങി. കുറച്ച് അദ്ദേഹം കയറുമ്പോഴും ആ ലിഫ്റ്റിൽ താത്തയുണ്ട്. അദ്ദേഹം കരുതി തിരിച്ചു വരുന്നതായിരിക്കും. പള്ളി പോയി തിരിച്ചു വന്നപ്പോഴും ഈ ലിഫ്റ്റിൽ താത്തയുണ്ട്. അപ്പൊ ഇത്രയും സമയമായിട്ട് താത്ത ഇറങ്ങാത്തതാണ്. അപ്പൊ ചോദിച്ചു, അല്ലാത്ത നിങ്ങൾ ഇറങ്ങാത്ത? അത് മോനെ ഉസ്താദ് പറഞ്ഞു, എല്ലാം അങ്ങ് ശരിയാവും, അങ്ങനെ അങ്ങ് നിന്നുകൊടുത്താൽ മതി. നമ്മൾ ഇറങ്ങാനെടുത്ത് നമ്മൾ ഇറങ്ങണ്ടേ? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. നിൽക്കണം, ഇറങ്ങെടുത്ത് ഇറങ്ങണം, കയറെടുത്ത് കയറണം, പുറക്കെടുത്ത് പുറക്കണം. ഇത് നമ്മൾ ചെയ്താൽ നമ്മുടെ കാര്യങ്ങൾ എല്ലാം അങ്ങ് നടക്കുമെന്നല്ല, നമ്മൾ ചെയ്യണം. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് 10 മിനിറ്റ് കൂടി എനിക്ക് അനുവദിച്ചിട്ടുണ്ട്. 4ാമത്തെ കാര്യം ഞാൻ പറയുകയാണ്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ? കച്ചവടമായാലും ബിസിനസ് ആയാലും എന്തായാലും നമ്മൾ മഈശത്തിന് വേണ്ടി ഇറങ്ങുമ്പോ അല്ലാഹനെ മറക്കരുത്, അവന്റെ ചിന്ത മറക്കരുത്, അവനെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത്. അറിയുമോ, മസ്ജിദുൻ നബവിയിൽ ഖതീബ് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാ. ആരാ
ആരാ ഖതീബ്? ആമിനയുടെ തങ്കമോനെ, അബ്ദുള്ളയുടെ പൊന്നുമോനെ, മദീനയുടെ രാജാവേ, മക്കയുടെ ജേതാവേ, നമ്മുടെ കരളിന്റെ കഷണമേ, ഹൃദയത്തിന്റെ തുടിപ്പേ, വികാരമേ, വിചാരമേ, കണ്ണിലെ കൃഷ്ണമണിയേ, നമ്മുടെ സർവസ്വമേ, റൂഹി ഫിദാ അഹ്മദ് മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് കുറയ്ക്കണ്ട ചൊല്ലിക്കോ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. നബിദിനത്തിന്റെ അന്ന് മരിച്ചീനി കമ്പില് 15 രൂപയുടെ പച്ച കളറിലുള്ള പേപ്പർ ഒട്ടിച്ച് വിളിക്കാൻ മാത്രമുള്ളതല്ല, ഉറക്കത്തിലും പറ, ഉറക്കയും പറ, ഉണർവിലും പറ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പാദം ഉമ്മ ഹവ്വയ്ക്ക് കൊടുത്ത മഹറാണ് സ്വലാത്ത്. നമുക്ക് സ്വലാത്തില്ലെങ്കിൽ ദുനിയാവില്ല, സ്വലാത്തില്ലെങ്കിൽ മരണത്തിന് നന്മ വരില്ല, സ്വലാത്തില്ലെങ്കിൽ ഖബറിൽ സുഖം കിട്ടൂല, സ്വലാത്തില്ലെങ്കിൽ മഹ്ശറയിൽ വിജയമില്ല, സ്വലാത്തില്ലെങ്കിൽ സിറാത്തിൽ പ്രകാശമില്ല, സ്വലാത്തില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പ്രവേശനമില്ല, സ്വലാത്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ തിരുദർശനം നമുക്കില്ല, സ്വലാത്തില്ലെങ്കിൽ നമുക്ക് ജീവനില്ല, പ്രാണനില്ല, വായുവില്ല, ഒന്നുമില്ല. സ്വലാത്തേ സ്വലാത്തേ നമ്മുടെ വികാരം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുത്ബ ഓതുകയാ. വെള്ളിയാഴ്ചയാണ്. ആ ഖുത്ബ നടന്നുകൊണ്ടിരിക്കുമ്പോ പള്ളിയുടെ മുറ്റത്ത് കച്ചവടക്കാര് വന്നു. ആരാ? ദഹിയത്തുൽ കൽബി എന്ന കച്ചവടക്കാരൻ വന്നു. ആ കച്ചവടക്കാരന്റെ കയ്യിലാണ് ഈ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്ന പലരുടെയും ഷെയർ ഉള്ളത്. അങ്ങനെ ബിസിനസ് സാധനങ്ങളുമായിട്ട് ദഹിയത്തുൽ കൽബി ഇദാ മസ്ജിദുൻ നബവിയുടെ മുമ്പിലെത്തി. നബിതങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഖുത്ബ ഓതുന്നു. ആ സമയത്ത് കച്ചവടക്കാരൻ വന്നതറിഞ്ഞപ്പോ മിമ്പറിൽ ഖുത്ബ ഓതുന്ന നബിയെ അവിടെ തന്നെ നിർത്തിയിട്ട് ആ ആളുകൾ ഇറങ്ങി ഒരൊറ്റ ഓട്ടം കച്ചവട സാധനങ്ങളുടെ അടുക്കലേക്ക്. പ്രിയമുള്ളവരെ, 12 പേര് മാത്രമാണ് നബിതങ്ങളുടെ മുന്നിൽ അനങ്ങാതിരുന്നത്. ആ 12 പേര് മുന്നിലിരുന്നപ്പോ നബിതങ്ങളുടെ മിമ്പറിൽ ഖുത്ബ ഓതുകയാ. ബാക്കിയുള്ള ആളുകളൊക്കെയും ഓടി കച്ചവടക്കാരനായ ദഹിയത്തിന്റെ അടുത്തേക്ക് പോയി. ആ സമയത്തതാ പൊന്നാര ഹബീബിന്റെ നെറ്റിത്തടം വിയർക്കുകയാ. അവിടെ അല്ലാഹുവിന്റെ സന്ദേശം വരികയാണ്. വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഇൻഫല്ലൂ ഇലൈഹാ വതറകൂക ഖായിമാ. അവർ ഏതെങ്കിലും വിനോദങ്ങൾ കണ്ടാൽ, അവർ ഏതെങ്കിലും കച്ചവടം കണ്ടാൽ, നബിയെ ഇൻഫല്ലൂ ഇലൈഹാ, അതിലേക്ക് അവർ ഓടിപ്പോകും. വതറകൂക ഖായിമാ, അങ്ങ് ഇങ്ങനെ മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ട് നിൽക്കുമ്പോൾ പറഞ്ഞു കൊടുക്കൂ നബിയെ, ഓരോരുത്തരെയും വിളിച്ചിട്ട് പറ, ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. കച്ചവടത്തെക്കാൾ, വിനോദത്തെക്കാൾ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത് അല്ലാഹുവിന്റെ അടുക്കൽ ഇരിക്കുന്ന സംഗതിയാ. വല്ലാഹു ഖൈറുർ റാസിഖീൻ. അല്ലാഹു കൊടുക്കുന്നവരിൽ, ഭക്ഷണം നൽകുന്നവരിൽ ഏറ്റവും വലിയ കരണീയനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിന്റെ പള്ളിയിൽ പോകുമ്പോ കച്ചവടം നടക്കുന്ന സമയമാകാ, അല്ലെങ്കിൽ ബിസിനസിന്റെ ടൈമാകാ, ആ സമയത്ത് ഞാൻ അങ്ങനെ കടയടയ്ക്കും, പള്ളിയിൽ പോകും. ചിന്തിക്കല്ല ചെറുപ്പക്കാരാ, അല്ലാഹു പറഞ്ഞത് ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. കച്ചവടത്തെക്കാൾ, വിനോദങ്ങളെക്കാൾ ഏറ്റവും ഖൈറായത് അല്ലാഹുവിന്റെ കയ്യിലുണ്ട്. അതേതാണ്? വല്ലാഹു ഖൈറുർ റാസിഖീൻ. അല്ലാഹു നന്നായിട്ട് ഭക്ഷണം തരുന്നവനാണ്. അതുകൊണ്ട് നാലാമത് നമ്മൾ ചെയ്യേണ്ടത്, ബാങ്ക് വിളിക്കുമ്പോ എന്ത് ബിസിനസ് ആണെങ്കിലും, പെങ്ങളെ തൊഴിലുറപ്പാണെങ്കിലും, തൊഴിലുറപ്പിന്റെ പണിയിൽ നിൽക്കുകയാണ്, നീ നിർത്തണം. നിന്റെ കഷ്ടപ്പാട് മക്കളെ പോറ്റാൻ നിന്റെ ഭർത്താവ് കൊണ്ടുവരുന്നത് തികയുന്നില്ല. നീ തൂമ്പ എടുത്തിട്ട് കിളയ്ക്കാൻ തൊഴിലുറപ്പിന്റെ പണിക്ക് പോകണല്ലേ? അപ്പോഴാണ് ബാങ്ക് കേട്ടത്. നീ പറയണം, സെക്രട്ടറിയോട് പറ 5 മിനിറ്റ്. സെക്രട്ടറിയോട് പറഞ്ഞൂടെ, ഒരു 5 മിനിറ്റ് ഞാൻ നിസ്കരിച്ചിട്ട് വരണം. ഏത് സെക്രട്ടറി? ജമാഅത്ത് സെക്രട്ടറി ഇല്ല, തൊഴിലുറപ്പ്. വിഴുങ്ങിക്കളയൊന്നുമില്ലല്ലോ.
രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു തെങ്ങിന്റെ മൂട് കിളച്ച് എല്ലാം റെഡിയാക്കി വൈകുന്നേരം സെക്രട്ടറി വന്നൊക്കെ അതിന്റെ മണ്ടയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പണിയെടുക്കാമെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടിട്ട് ചോദിച്ച പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഏത് പണിയാണെങ്കിലും ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് കേട്ടാൽ അവസാനിപ്പിച്ചിട്ട് എന്തു വേണം? അതിലേക്ക് വ്യാപൃതരാകണം. അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം തരും. ഈ 4 കാര്യം: 1 ഭക്തി, 2 നിസ്കാരം, 3-മത്തേത് അന്വേഷണം, പരിശ്രമം, 4-മത്തേത് എന്ത് പണിയിലും അള്ളാനെ മറക്കാതിരിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ അള്ളാഹ് പറഞ്ഞു ഇഷ്ടം പോലെ ഭക്ഷണം തരാം. അള്ളാഹു യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ഭക്ഷണം അള്ളാഹു നൽകി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മളെ കരകയറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ.